പൊതു അഭിപ്രായം പറയുന്നതിൽ ഭാഗ്യലക്ഷ്മിയുടെയൊക്കെ എന്നോട് ചോദിച്ചാൽ അപ്പം ഞാൻ പറയും, അത് സർക്കാരിനോട് ഞാൻ പറയും. അല്ല, അപ്പം എന്താണ് അതിൻ്റെ ഒരു വിഷൻ എന്താണെന്നാണ് മനസ്സിൽ കിടക്കുന്നത്? എനിക്ക് എല്ലാ സംഘടനയിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകളെ, അത് WCCയുടെ ഈ പറയുന്ന അവിടെ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളെയും അതേപോലെ മറ്റുള്ള സംഘടനയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് തന്നെ അതിനോടൊപ്പം തന്നെ നിയമപരമായി ഇതിനെക്കുറിച്ച് ഇതിലെന്തെല്ലാം രീതിയിൽ സിനിമയ്ക്ക് ഉള്ളിൽ ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഇതൊരാളുടെ ഇഷ്ടമാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് ഒരാളെ ഒരു സിനിമയിൽ നിന്ന് ഇല്ലാതെയാക്കാൻ സാധിക്കും. ആ ഇല്ലാതെയാക്കാൻ ഇനി ഏത് കോടതി മുമ്പ് എനിക്ക് അവരുടെ അഭിനയം ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അവരുടെ ഡബ്ബിങ് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ ഹെയർ ഡ്രസ്സിങ് രീതി ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു നിയമം കൊണ്ടുവരിക എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് നിയമത്തിൽ ഒരുപാട് പഴുതുകളുണ്ട്, അതെല്ലാം കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരു വളരെ കർക്കശമായ ഒരു എന്താ പറയുക, വളരെ നിയമം എന്ന് പോലുമല്ല, ചില കോൺട്രാക്റ്റുകൾ ഇവിടെ ഉണ്ടാക്കണം. എഗ്രിമെൻ്റ് നിർബന്ധമാക്കണം, ഓരോരുത്തർക്കും എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. അത് എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഭൂരിഭാഗം ആർട്ടിസ്റ്റുകൾ എന്താ പറയുന്നത്, ചിലപ്പോൾ 5 ദിവസം അഭിനയിച്ചിട്ട് എന്നെ വേണ്ടാന്ന് വെച്ചു, മറ്റൊരാളെ വെച്ചു, അത് എന്നോടിങ്ങനെ പറഞ്ഞു, ഞാൻ ഓന്ന് പറഞ്ഞത് കൊണ്ട് എന്നൊക്കെ ഉള്ള ആരോപണങ്ങളുണ്ട്. അതൊക്കെ രേഖകളാക്കണം. അവർ അഭിനയിച്ചതിൽ എന്താണ് അവരുടെ ഭാഗത്ത് നിന്നുള്ള പിഴവ്, എന്തുകൊണ്ടാണ് അവരെ മാറ്റിയത്, അവരെ എഡിറ്റിങ് അല്ലെങ്കിൽ അവരെ ഫോട്ടോഗ്രാഫി, ആണുങ്ങൾക്കും ഒക്കെ ഇതുണ്ടാകുന്നുണ്ട്, ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നും അല്ല. ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാം ഒരു എഗ്രിമെൻറ്റിൽ കൂടി ഒരു കോൺക്ലേവ് എന്ന് പറയുമ്പോൾ അതിൽ പോലീസ് ഓഫീസേഴ്സ്, നിയമവിദഗ്ധർ, സിനിമയിലുള്ളവർ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്. അതിനകത്തൊരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ ചാൻസ് ചോദിക്കുമ്പോഴാണ് ഈ പലപ്പോഴും ഇവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചാൻസ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് സമ്മതിക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു സംവിധാനം, എന്ത് സംവിധാനം പറയണമെന്നതിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ക്രിയേറ്റിവിറ്റിയാണിത്. ഇതിനകത്ത് പല സ്ഥലത്തും നമുക്ക് അഭിപ്രായം പറയുന്നതിലൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ സംവിധായകന് തീരുമാനിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനിയാണോ തീരുമാനിക്കേണ്ടത്. പണ്ടത്തെ പോലെ കുറച്ചുകൂടെ പ്രൊഡക്ഷൻ കമ്പനികൾ ഇടപെടുന്ന ഒരു സ്പേസ് ആയിരുന്നു കുറച്ചുകൂടെ മുമ്പ് മലയാള സിനിമയിലുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും ഈ സംവിധായകർ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്, അതിനനുസരിച്ച് അത് മുന്നോട്ട് പോകും. ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതൊരു ഒഫീഷ്യൽ സംവിധാനത്തിലേക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ അയച്ചിട്ട് നമുക്ക് എങ്ങനെ വരാൻ പറ്റും, അങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുമോ? ആപ്ലിക്കേഷൻസ് അയക്കുക എന്നുള്ളതല്ല. അപ്പോൾ സ്വാഭാവികമായും ഇവർ പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് വഴിയാണ് ഇത് കൊണ്ടുവരുന്നത്. ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വഴി ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്ന ഏർപ്പാട് ഇല്ലാതെയാക്കുക. കാരണം ഏറ്റവും അധികം ആരോപണം നേരിടുന്ന പ്രൊഡക്ഷനിലുള്ള ആൾക്കാരെ ചൊല്ലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്യോഗം എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരിക, അതിന് ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കണം. കാസ്റ്റിംഗ് ഡയറക്ടർ, അപ്പോൾ നമ്മളെ ഫോറിനിലൊക്കെ അങ്ങനെയുണ്ട്, ഇപ്പോൾ ഒരുപാട് ഉണ്ട്. അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എപ്പോഴും ഒരു സ്ത്രീയെ വെക്കുക, കുറച്ചുകൂടി സേഫ് ആയിരിക്കും. അപ്പോൾ അതല്ല, അത് എബിലിറ്റിക്ക് അനുസരിച്ചല്ലേ അത്തരം ഒരു കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടായി വരുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ള അതൊക്കെ നിയമമായി കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ ഒന്നും ചുളുവിന് നമ്മൾ ഒന്നും നേടിയെടുക്കാമെന്നൊന്നും വിചാരിക്കേണ്ട, അത് കൊണ്ടുവരണം നിർബന്ധം. അത് അവരൊരു ബഡ്ജറ്റ് വെച്ചാൽ മതി. എനിക്ക് ഇത്രയും ബഡ്ജറ്റേ എനിക്ക് പറ്റുള്ളൂ, അതിനൊക്കെ വർക്ക് ചെയ്യാനായിട്ട്. കാരണം സിനിമയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സിസ്റ്റമാക്കിയിട്ട്, ഇതൊരു നിയമത്തിൻ്റെ ഒരു പരിധിക്കുള്ളിൽ തന്നെ ഇത് കൊണ്ടുവരണം. ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ നിങ്ങൾ നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. കാരണം ഇപ്പം പണ്ടത്തെ പോലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയാൻ പാടില്ല, ലൈൻ പ്രൊഡ്യൂസർ എന്ന് പറയണം എന്നാണ് പറയുന്നത്. പണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പിന്നെ പ്രൊഡക്ഷൻ മാനേജർ, പിന്നെ അതിന് താഴെ ഒരാൾ കൂടി ഉണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറി ഇപ്പം ഇതുപോലെയൊക്കെ ആയി. ഇപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് തന്നെയാണ് ലൈൻ പ്രൊഡ്യൂസർ. അപ്പോൾ ഏകദേശം ഈ പ്രൊഡ്യൂസറുടെ തുല്യ സ്ഥാനമാണ് അവർക്ക്. അതൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ കുറേ അധികം സ്ത്രീകൾക്ക് കുറച്ചുകൂടി സേഫായിട്ട്, വിശ്വാസത്തോടു കൂടി, ധൈര്യമായിട്ട് ഒരു പടത്തിൻ്റെ ഓഡിഷന് വിളിച്ചാൽ പോലും ഇനി അവിടെ പോയാൽ തന്നെ സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ തന്നെ അവരെ
ഓഡിഷന് വിധേയരാക്കണം. അല്ലാതെ പുരുഷന്മാർ മാത്രം ഒരു മുറിക്കുള്ളിൽ അത്തരം കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമ്മൾ ഒരു കണ്ടീഷൻ വെക്കണം. അതിനാണ് WCC അതിനു വേണ്ടിയാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അവർ അതെല്ലാം ഈ കോൺക്ലേവിൽ അവർ ഉൾപ്പെടുത്തണം. ഒരുപക്ഷെ ഞാനിപ്പോൾ പറയുമ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമായിരിക്കും. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് ഇതൊരു പെർഫെക്ഷനിലേക്ക്, അത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ചരിത്രമായിരിക്കും. കേരളത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് സിനിമ ലോകം പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരണം. പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയുന്ന, എപ്പോഴും ഞാൻ പറയുന്ന, ഏതെങ്കിലും പത്രത്തിൽ നടിമാരെ ആവശ്യമുണ്ട് ഇന്ന ലോഡ്ജിലേക്ക് വരുമെന്നാണ്, പോകരുത്, പറഞ്ഞാൽ കേൾക്കില്ല. എന്തെങ്കിലുമൊക്കെ അവിടെ ചെന്ന് പല രീതിയിലും സാമ്പത്തിക ചൂഷണം, ശാരീരിക ചൂഷണം, ഇതൊക്കെ ഇത് പെൺകുട്ടിക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് ചാനൽ ചർച്ചയിലൊക്കെ ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് എന്തോ സംസാരിച്ചിരുന്നു. ഏതോ ഒരു ഓണം കയറാൻ മൂലയിൽ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവസാനം വേറെ മറ്റേ മോശം സിനിമയായിരുന്നു അവിടെ ഷൂട്ട് ചെയ്തത് എന്നൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളിത് ഏതാന്ന് അന്വേഷിക്കാതെയാണോ പോകുന്നത്? അപ്പം അവസരം കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ അടിച്ചു പിടിച്ചു ഓടാതെ അന്വേഷിക്കുക. ഏതെങ്കിലും ഇത്തിരി പരിചയമുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളുടെ നമ്പർ സംഘടിപ്പിച്ചു തരും, എനിക്ക് അവരോട് ചോദിക്കണം. സംഘടനാപരമായി ചോദിക്കാം, അല്ല ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാം. സ്ത്രീകളോടും പുരുഷന്മാരും ഇങ്ങനെ ശരിയാണോ, ഇത് നല്ല പ്രൊഡക്ഷനാണോ, ഞാൻ അങ്ങോട്ട് പോട്ടെ. കുറേ ഇത് സർക്കാർ മാത്രം വിചാരിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മളും കൂടി ചേരുമ്പോഴാണ് ഇത് ഭംഗിയാകുന്നത്. അപ്പോൾ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ നിയമം ഇവിടെ കൊണ്ടുവരാൻ മാത്രമേ പറ്റുള്ളൂ. ആ നിയമം പാലിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് പാലിക്കാൻ നമ്മൾ തയ്യാറാവണം. എന്നാൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ കുറേ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഈ ജെന്യുവൻ ആയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഇതിനകത്തുണ്ട്, പലരും കേസിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞതുകൊണ്ടൊക്കെ ഇതിൻ്റെ ഒരു മെറിറ്റ് ഇല്ലെങ്കിൽ കേസ് കറക്റ്റായിട്ട് ജയിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ വെളിപ്പെടുത്തലുകളിൽ കുറേ പേരുകൾ ഇപ്പോൾ വരുമ്പോൾ കുറേ പേർക്ക് ആക്ഷേപം ഉണ്ടാകുന്നുണ്ട്. ഹരിഹരൻ സാറിനെ പോലെയൊക്കെയുള്ള ഒരു പേര് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഇത് അങ്ങനെയൊക്കെ നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ട് വിചാരിക്കുന്ന പല പേരുകളും നമ്മൾ കേട്ടു. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ശരിക്കും ഇതിൻ്റെ അവസാനം എന്തായിരിക്കും, ഇതിൻ്റെ ഒരു മെറിറ്റ് എന്തായിരിക്കും, ഇതിനകത്ത് നിന്ന് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? ഇതിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് വേണോ ഇനി അടുത്ത സ്ത്രീവിരുദ്ധത കേൾക്കാൻ? ഇല്ല, തീർച്ചയായിട്ടും ഞാൻ പറയില്ല. ഇതിനൊന്ന് റൂട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മൾ. ഞാൻ പറയില്ല. ഞാൻ ആ പരിപാടി നിർത്തി, ഞാൻ പറച്ചിൽ നിർത്തി. എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. ഇത് തന്നെയാണ് ആദ്യം മുതൽ. ഇപ്പം നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് എൻ്റെ ഇതിലേക്ക് വന്നു, ഇതിൻ്റെ മെറിറ്റ് ചോദ്യം ചെയ്യപ്പെടുന്നു. അപ്പോൾ ആരാണ് അതിന് ഉത്തരവാദി? നമുക്കറിയില്ല ഇത് സംഭവിച്ചതാണോ, ഇത് ഇവർ ഉണ്ടാക്കി, ഇതൊന്നും നമുക്കറിയില്ല. എന്തുകൊണ്ട്? വർഷങ്ങളുടെ പഴക്കം കൊണ്ട്. ഇനി ഇതിൽ എത്ര പേർ കോടതി വരെ എത്തുമെന്ന് പോലും നമുക്കറിയില്ല. കോടതിയിലെത്തിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏതെങ്കിലും പെൺകുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കോടതിക്കകത്ത് പെണ്ണ് നിന്ന് അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവളെ രക്ഷിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ അതിജീവിതയുടെ വിഷയം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. കരഞ്ഞു പോകും നമ്മൾ, സ്ത്രീകൾ അവിടെ ചെന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. അവിടെ വരെ എത്താതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ആലോചിക്കേണ്ടത്. നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. കോടതിയിൽ അപ്പൊ പിന്നെ ഇത് എങ്ങനെയായിരിക്കുമെന്ന് ചോദിക്കരുത്. അത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇതേ ഉള്ളൂ ഉത്തരം. അവിടെ വരെ എത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ? നമ്മുടെ സംവിധാനങ്ങൾ തന്നെ നമ്മൾ പുതുക്കപ്പെടണം. സംവിധാനങ്ങൾ പുതുക്കപ്പെടുമ്പോൾ ആ പുതുക്കപ്പെട്ട സംവിധാനത്തിനോടൊപ്പം ഞാൻ നിൽക്കണം. ഞാൻ വേറൊരു വഴി കൂടെ പുറകെ കൂടെ കയറാൻ നോക്കരുത്. എനിക്കൊരു പാത വെട്ടി തന്നിട്ടുണ്ട്, ഞാൻ ഈ പാതയിൽ കൂടി തന്നെ ഞാൻ അവിടേക്ക് എത്തണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അതാണെങ്കിലും പെണ്ണാണെങ്കിലും. ഇവിടെ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ലൈംഗികപരമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എല്ലായിടങ്ങളിലും. അതുപോലെ ഇവിടെയും സംഭവിക്കുന്നുണ്ട്. പിന്നെ അവരാരും പുറത്തു വരുന്നില്ല. സ്ത്രീകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരേ ഒരു പയ്യനാണ് ഇപ്പോൾ പുറത്തു വന്നത്. ആ ഒരു പയ്യൻ്റെ കാര്യം മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടുള്ളൂ. നമുക്കറിയാവുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഹരിഹരൻ സാറിൻ്റെ കാര്യം ചോദിച്ചു. എനിക്ക് ഹരിഹരൻ സാറിനെ എനിക്ക് തോന്നുന്നൊരു 15-16 വയസ്സ് മുതൽ അറിയാവുന്ന ഒരു ഹരിഹരൻ സാറാണ്. ഹരിഹരൻ സാറ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇത് എന്താണിത്? ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും പോലും ഇല്ലാത്ത ഒരാൾ, ആ ആൾ എന്നെക്കുറിച്ച് മറ്റൊരു സ്ത്രീയോട് എന്തോ പറഞ്ഞു കൊടുക്കുന്നു. ആ സ്ത്രീ അതൊരു മാധ്യമത്തിൽ, ഞാൻ ആ സ്ത്രീയോട് ഡയറക്റ്റ്ലി ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല.
ആ നടി ഒരിടത്തും പറഞ്ഞിട്ടില്ല ആ സംവിധായകൻ ഹരിഹരൻ സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന്. അവർ പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയത്. അതാണ് അവർ ആദ്യമായിട്ട് അവസാനമായിട്ട് അരുൺ സാറിനെ കണ്ടത്. അതല്ലാതെ അരുൺ സാർ ആ കുട്ടിയെ കണ്ടിട്ടില്ല. പക്ഷേ ഏതോ ഒരാൾ വന്ന് പറയുന്നു ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതിനെന്തെങ്കിലും തെളിവുണ്ടോ? അപ്പം അത് ഒരാളോടുള്ള പകയാണോ, ഇനി അത് സത്യമായിട്ട് നടന്ന കാര്യമാണോ, ഇതൊന്നും നമുക്കറിയില്ല.